നമസ്കാരം. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ചോദ്യങ്ങളെ ഭീഷണി കൊണ്ട് നേരിടുന്ന ഒരു രീതിയാണ് CPM എപ്പോഴുമുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് CPM കുറിച്ചാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് കണ്ണൂരിലെ മുതിർന്ന നേതാവായ വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൻ്റെ വെട്ടിപ്പിനെ കുറിച്ചുള്ള ഒരു കണക്ക് പുറത്തുവിട്ടത്. അതിനുശേഷം അദ്ദേഹം അതിക്രൂരമായ സൈബർ ആക്രമണത്തിന് വിധേയനായി. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ CPM ഗുണ്ടകൾ പ്രകടനം നടത്തി. അദ്ദേഹത്തിനെ അനുകൂലിച്ച ഒരു വ്യക്തിയുടെ ബൈക്ക് കത്തിച്ചു. അങ്ങനെ നിരവധി ആക്രമണങ്ങൾ അദ്ദേഹം നേരിട്ടു. ഇതിനിടയിലാണ് ഇന്നലെ നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഒരു വെല്ലുവിളി ഉണ്ടായത്. MV ഗോവിന്ദനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം എപ്പോഴും പറയുന്നത് വിഡ്ഢിത്തം നിറഞ്ഞ കാര്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന് റെയിലിനെ കുറിച്ച് ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലെത്തി അപ്പം വിറ്റ് പോകുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു കണക്കൊക്കെ ഇയാൾ പറഞ്ഞിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്, എന്ത് ചിന്താശേഷി വെച്ചാണ് ഇയാൾ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കും. അത് മാത്രമല്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന ഒരു വിഡ്ഢി ചിരി ചിരിക്കുമ്പോൾ തന്നെ ഈ മനുഷ്യൻ എത്രത്തോളം അപഹാസ്യനാണ് പൊതു സമൂഹത്തിന് മുന്നിൽ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലാണ് ഈ MV ഗോവിന്ദൻ്റെ പെരുമാറ്റം. വി കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകം ഇന്ന് പ്രകാശനം നടത്താനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്നലെ ഈ MV ഗോവിന്ദൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതായത് കണക്ക് കാണിക്കാൻ മനസ്സില്ല. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കണക്ക് കാണിക്കാൻ മനസ്സില്ല എന്നാണ് ഈ MV ഗോവിന്ദൻ പറയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം, കുഞ്ഞികൃഷ്ണൻ അടഞ്ഞൊരു അധ്യായമാണ്, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു, അതുകൊണ്ട് അയാളുടെ കണക്കുകൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത പാർട്ടിക്കില്ല, ആ പാർട്ടി കണക്ക് ബോധ്യപ്പെടുത്തും എന്നൊക്കെയാണ് MV ഗോവിന്ദൻ ഇന്നലെ ഗീർവാണം അടിച്ചത്. അതിനു മുമ്പ് തന്നെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞിരുന്നു കണക്ക് കാണിക്കാനൊന്നും മനസ്സില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹവും പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ 8-10 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. കാരണം CPM ഒരിക്കലും ആ കണക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. കാരണം കക്കുക മുക്കുക നക്കുക എന്ന ആപ്തവാക്യത്തിൽ ഊന്നി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് CPM. അതായത് പാർട്ടി എന്ന് പോലും ഞാൻ പറയാത്തതിനൊരു കാരണമുണ്ട്. അതൊരു ഗൂഢസംഘം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ സംഘമായി മാത്രമേ ഇപ്പോൾ CPM നമുക്ക് കാണാൻ കഴിയൂ. അത്തരത്തിലാണ് അവരുടെ ഓരോ പെരുമാറ്റങ്ങളും. ഈ വി കുഞ്ഞികൃഷ്ണനൊക്കെ 50 വർഷത്തോളം പാർട്ടിയിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പോലും ഈ പാർട്ടിയെ 50 വർഷം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് അതൃപ്തി തോന്നണമെങ്കിൽ, അദ്ദേഹം വളരെ വേദനയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെങ്കിൽ എത്രമാത്രം ഈ പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ അദ്ദേഹം വേദനിക്കുന്നുണ്ടാവും. ഈ വി കുഞ്ഞികൃഷ്ണൻ ഒരു പ്രതീകം മാത്രമാണ്. അദ്ദേഹത്തെ പോലെ ലക്ഷക്കണക്കിന് അല്ലെ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇത്തരത്തിൽ വിഷമങ്ങൾ ഉള്ളിലൊതുക്കി ഈ പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ മനം നൊന്ത് ജീവിക്കുന്നുണ്ട്. കാരണം അവരുടെ നല്ല കാലമൊക്കെ, അവരുടെ ചെറുപ്പകാലമൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചും മുദ്രാവാക്യം വിളിച്ചും ആൾക്കാരെ വെറുപ്പിച്ചുമൊക്കെ ഇവർ ജീവിച്ചു. പക്ഷേ അവരുടെ അവസാന കാലത്ത് അവർ എന്താണോ ഈ പാർട്ടി ചെയ്യും എന്ന് കരുതിയത് അത് ചെയ്തില്ല. എവിടെയാണ് ഈ പാർട്ടി എത്തും എന്ന് കരുതിയെടുത്ത് പാർട്ടി എത്തിയില്ല. പകരം പാർട്ടി ഒരു അധോലോകമായി അധപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ VI മധുസൂദനെ പോലെയുള്ളവരെയൊക്കെ സംരക്ഷിച്ച് പിടിക്കുന്ന നിലപാടാണ് പാർട്ടി എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. VI മധുസൂദനെ കുറിച്ചൊക്കെ ഈ വി കുഞ്ഞികൃഷ്ണൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വയോധികന് എന്താണ് ഇതുപോലൊരു അദ്ദേഹത്തിൻ്റെ ഈ ജീവിത സായാഹ്നത്തിൽ ഇതുപോലെ ഒരു പാർട്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട ഒരു കാര്യം ഒരിക്കലുമില്ല. വളരെ വേദനയോടുകൂടി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ പൊതുജനങ്ങൾക്ക് പണ്ടേ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഈ CPM ഈ പോക്കിനെ കുറിച്ച്. പ്രത്യേകിച്ചും കഴിഞ്ഞ 9.5 കൊല്ലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നരനായാട്ടും നരകയാതനകളുമാണ്. അഴിഞ്ഞാട്ടമാണ്. CPM-കാരുടെ അഴിഞ്ഞാട്ടമാണ്, DYFI-കാരുടെ അഴിഞ്ഞാട്ടമാണ്, SFI-കാരുടെ അഴിഞ്ഞാട്ടമാണ് പലപ്പോഴും നടന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ 9.5 കൊല്ലങ്ങൾ കൊണ്ട്. SFI-യുടെ കാര്യം തന്നെ എടുത്താൽ നമുക്കറിയാം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ കേസ് മുതൽ എത്രയോ കേസുകളും സമരങ്ങളും ഒക്കെ ഇവർ നടത്തി പൊതുജനങ്ങളുടെ ഇടയിൽ വെറുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് SFI എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെയാണ് DYFI-യും മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടത്തിയ പ്രസ്താവനകളും അദ്ദേഹത്തിനെതിരെ നടത്തിയ സമരങ്ങളും ഒക്കെ കണ്ട ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു നമ്മൾ പലപ്പോഴും. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കുന്നതിൻ്റെ എല്ലാ അതിർവരമ്പുകളും കടന്നിട്ടാണ് അവർ അത്തരത്തിൽ ഉള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. CPM രീതിയും അതുതന്നെയാണ്. അപ്പോൾ ഇന്നലെ ഈ MV ഗോവിന്ദൻ്റെ ഈ പ്രസ്താവന, അത് ഞങ്ങൾക്ക് കണക്ക് കാണിക്കാൻ മനസ്സില്ല എന്ന് പറയുമ്പോൾ അത് AKG സെൻറ്ററിൽ കമ്മട്ടം വെച്ച് അച്ചടിച്ചുണ്ടാക്കുന്ന നോട്ടിൻ്റെ കണക്കല്ല കേരളത്തിലെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ വി കുഞ്ഞികൃഷ്ണൻ ചോദിച്ചത്. ജനങ്ങളുടെ മുന്നിൽ വന്ന് കണ്ണുരുട്ടിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ വന്ന് ഈ ബക്കറ്റ് പിരിവ് നടത്തുന്ന പൈസയാണ് ചോദിച്ചത്, അതിൻ്റെ കണക്കാണ് ചോദിച്ചത്. ഒരു രക്തസാക്ഷിയുടെ പേരിൽ പണം പിരിക്കുമ്പോൾ അത് ആ കൃത്യമായ കണക്ക്
ഈ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഈ സംഘത്തിനുണ്ട്. അത് ഈ CPM എന്ന സംഘം ചെയ്യുന്നില്ല. അതിൻ്റെ ഏറ്റവും മറ്റൊരു തെളിവ് കൂടിയാണ് തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതിന് ശേഷം നടത്തിയ പാർട്ടി പിരിവിൽ, ഈ ഫണ്ട് പിരിവിൽ അത് 5 ലക്ഷം രൂപ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിന് കൊടുത്തത്. ബാക്കി 5 ലക്ഷം പാർട്ടി ഹോൾഡ് ചെയ്തു. അത് വേറൊരുത്തൻ മുക്കിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നു. അതിനെതിരെ ഈ കൊല്ലപ്പെട്ട വിഷ്ണുവിൻ്റെ സഹോദരൻ മുന്നോട്ട് വന്നു. അതുപോലെ തന്നെയാണ് വട്ടവടയിലെ അഭിമന്യുവിൻ്റെ കാര്യവും. അഭിമന്യുവിന് വേണ്ടിയും വലിയ പിരിവുകളൊക്കെ നടത്തി. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലാണ്. കാരണം ഈ പാർട്ടിയിൽ ഇന്ന് അണികളല്ല ഉള്ളത്, ആശ്രിതരാണ്. അതായത് പാർട്ടി ദാനമായി കൊടുത്തിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങളെ നിലനിർത്താനായി ഈ പാർട്ടി ഇവിടെ വേണമല്ലോ, ഇല്ലെങ്കിൽ എനിക്ക് പട്ടിയുടെ വിലയാണല്ലോ കിട്ടുന്നത്, അല്ലെങ്കിൽ നാട്ടുകാർ എന്നെ ഓടിച്ചിട്ട് തല്ലുമല്ലോ എന്നുള്ളൊരു ഭയം കൊണ്ട് നേതാക്കളും അണികളും ഈ പ്രാദേശിക നേതാക്കളും മുതിർന്ന നേതാക്കളും ഒക്കെ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളെയും അഴിമതികളെയും ഒക്കെ ന്യായീകരിക്കാനും അവർക്ക് വേണ്ടി തെറി വിളിക്കാനും അവർക്ക് വേണ്ടി കൊല്ലാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ നിൽക്കുന്ന ഒരു സംഘമാണ് ഇപ്പോൾ ഈ പാർട്ടിയിലുള്ളത്. സാധാരണക്കാരായ പ്രാദേശിക പാർട്ടി നേതാക്കളുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവർ ആ സ്ഥാനത്തെത്തിയതിനു ശേഷം അവരുടെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന്. എവിടെ നിന്നാണ് ഈ പണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പല മണ്ണ് ഭാവിയുമായും കോറി മാഫിയയുമായും ഒക്കെ CPM നേതാക്കൾക്കുള്ള ബന്ധവും മറ്റും ഒക്കെ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും ഇതിൽ നിന്ന് വിഭിന്നരല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ CPMകാരാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയുണ്ട്. നമ്മുടെ എറണാകുളത്തെ ഒരു CITU നേതാവ് അനിൽകുമാർ മിനി കൂപ്പർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു തൊഴിലാളി വർഗ്ഗ പാർട്ടിയുടെ നേതാവാണ് 50 ലക്ഷം രൂപ കൊടുത്ത് മിനി കൂപ്പർ വാങ്ങിയത്. അതുപോലെ തന്നെയാണ് കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ. അദ്ദേഹം 4 വീടുകൾ വാങ്ങിയെന്നാണ് പറയുന്നത്. നിരവധി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകൾ സമ്പാദിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഗോവിന്ദനെ പോലെയുള്ളവർ ചെയ്യുന്നത്. ഗോവിന്ദനൊക്കെ ഉത്തരം മുട്ടിയത് കൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് മനസ്സില്ല എന്ന്. അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞാൽ പിന്നെ എതിർവായില്ലല്ലോ. തിരുവായ്ക്ക് എതിർവായില്ലാത്തൊരു കാലമാണല്ലോ ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ മുന്നിൽ. അതുകൊണ്ട് ഇത്തരത്തിൽ പൊതുസമൂഹം ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ഈ ഗോവിന്ദനും അതുപോലെയുള്ള ഈ ഗോവിന്ദനെ പിന്തുണയ്ക്കുന്നവർക്കും ഒക്കെ വേണം. ഇതിനൊരു മാറ്റമുണ്ടാകും. ആ മാറ്റമുണ്ടാകുമ്പോൾ എന്തായാലും ഇനി എന്താണ് ജനങ്ങൾ ചെയ്യുന്നത് എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ജനങ്ങളോട് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്തെങ്കിലും ജനങ്ങളോടൊന്നും മാന്യമായി പെരുമാറാനുള്ള ഒരു മനസ്ഥിതിയെങ്കിലും ഈ ഗോവിന്ദനെ പോലെയുള്ളവർ കാണിക്കണം. കാരണം ഗോവിന്ദൻ ഒരു ശാന്ത സ്വഭാവിയാണ്. പക്ഷേ അയാളൊക്കെ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കണമെങ്കിൽ ഉത്തരമില്ലാത്തത് കൊണ്ടാണ്. അത് ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അവിടെ ഈ VI മധുസൂദനെ പുറത്താക്കിയിട്ട ഈ കുഞ്ഞികൃഷ്ണനെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ പാർട്ടിക്ക് അതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഒരിക്കലും പാർട്ടിക്ക് ഇനി അങ്ങനെ കഴിയില്ല. കാരണം ക്രിമിനലുകളാണ് ഈ പാർട്ടിയിൽ കൂടുതലുള്ളത്. എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി CPM എന്ന പ്രസ്ഥാനം തന്നെ ഇവിടെ നാമാവശേഷമാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല.